എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ഔഷധ ഗുണമുള്ള കറ്റാർ വാഴ നടുന്നതിനെ പറ്റിയിട്ട് പലർക്കും ഒത്തിരി സംശയങ്ങളുണ്ട്. നമ്മളുണ്ടല്ലോ കറ്റാർ വാഴ പെട്ടെന്ന് എങ്ങനെ തഴച്ച് വളരാം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അന്നേരം അതിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു കറ്റാർ വാഴ നടുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് കറ്റാർ വാഴ വളരെ പെട്ടെന്ന് എങ്ങനെ നട്ടു വളർത്താം എന്നുള്ളൊരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടമ്മമാർക്ക് ലക്ഷങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള വഴി പറയാം. യാതൊരു മുതൽ മുടക്കുമില്ലാതെ സ്വന്തമായി ബിസിനസ് ചെയ്യാം. മാത്രമല്ല മാസത്തിൽ 3 പ്രാവശ്യം ശമ്പളം നേടാം. നിശ്ചിത ജോലി സമയം ഇല്ലാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും ജോലി ചെയ്യാം. അതിനായി മീഷോ ആപ്പ് ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യൂ. അപ്പോൾ നമുക്ക് പുറത്തെ മണ്ണിൽ എങ്ങനെയാണ് കറ്റാർ വാഴ നടുന്നതെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ചട്ടിയിൽ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കറ്റാർ വാഴ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല വേരുള്ള കറ്റാർ വാഴ വേണം നോക്കിയെടുക്കാനായിട്ട്. പലരും ഇതേപോലെ കമൻറ്റ് ചെയ്തിരുന്നു വേരില്ലാത്ത കറ്റാർ വാഴ നടാൻ പറ്റുമോ, നട്ടാൽ ശരിയാവുമെന്ന്. അതിനുള്ള മറുപടി ഞാൻ തരാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കാണിക്കുന്നുണ്ട് വേരില്ലാത്ത കറ്റാർ വാഴയും നട്ടിട്ടുള്ളത്. അന്നേരം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം ഞാൻ സാധാരണ കറ്റാർ വാഴ നടന്നേക്കാൻ മുമ്പ് വലിയൊരു കുഴിയെ പോലെയാണ് എടുക്കുക, എന്നിട്ടാണ് നടാറ്. അപ്പോൾ ഈ വലിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഞാൻ മുട്ടത്തൊണ്ടുകളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ ചെയ്യാനായിട്ട് മുട്ട പൊട്ടിക്കുമല്ലോ, അന്നേരം നമുക്ക് അത് കഴുകിയിട്ട് ഒരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ കുറേ നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച കുറച്ച് മുട്ടത്തൊണ്ടുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതിൽ ഐസ് ക്രിസ്റ്റൽസൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കൈവച്ച് നന്നായിട്ട് പൊടിക്കണം. അതിനുശേഷം നമുക്കിനി ഇതും കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് കറ്റാർ വാഴ നടുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ കറ്റാർ വാഴ നടാനായിട്ട് മണ്ണൊക്കെ കുത്തി ഇളക്കി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മണ്ണ് ഇളകിയിരിക്കണം, എങ്കിലാണ് നന്നായിട്ട് വേരോടി ഇത് കറക്റ്റ് ആവുള്ളൂ. ഇനി ഞാനിത് നന്നായിട്ട് ഒന്ന് കുഴിച്ചെടുക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് കുഴിച്ചെടുത്തതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ടത്തൊണ്ടുണ്ടല്ലോ അതെല്ലാം ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതെല്ലാം മണ്ണിട്ട് മൂടണം. നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവണില്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചാൽ മതി, ഇത് കണ്ടാൽ മനസ്സിലാവും. മുട്ടത്തൊണ്ട് എല്ലാ ചെടികൾക്കും ഒത്തിരി നല്ലതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുട്ടത്തൊണ്ട് വെച്ചിട്ട് എങ്ങനെ മിക്സിയുടെ ജാർ വൃത്തിയാക്കാം, അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊത്തിരി പേർക്ക് ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ഞാനിതിലേക്ക് മണ്ണിട്ട് മൂടുകയാണ്. അതിനുശേഷം നമ്മൾ മേലെയാണ് ഈ തൈ വെക്കുന്നത്. അതായത് നമ്മൾ നല്ല വലിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് മുട്ടത്തൊണ്ട് ആവശ്യാനുസരണം ആഡ് ചെയ്തിട്ട് മൂടും. അതിനുശേഷം മേലെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് അതിലാണ് നമ്മൾ ഈ അലോവേര വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി അടിയിലേക്ക് പോയിട്ട് അതിൻ്റെ ഇലകളിലൊക്കെ മണ്ണൊക്കെ ഇട്ട് മൂടി കഴിഞ്ഞാൽ ഇതിലെ തൈകൾ പൊട്ടി മുളയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെ തൈകളൊക്കെ പെട്ടെന്ന് പൊട്ടി മുളയ്ക്കുക എന്നുള്ളത്. അന്നേരം പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചേച്ചി ഇത്ര തൈകളൊക്കെ പൊട്ടി മുളച്ചതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഏറ്റവും അടിയിലേക്കായിട്ട് നടാതെ സ്വല്പം മുകളിലേക്ക് പൊന്തിച്ച് വേണം നമ്മൾ നടാനായിട്ട്. അതിനുശേഷം നമ്മൾ ആവശ്യാനുസരണം വെള്ളം തെളിച്ചോട്ടണം. ഒരിക്കലും കുത്തനെ ഒഴിക്കരുത്. ഞാൻ പയർ കൃഷിയിലും അതുപോലെ തക്കാളി കൃഷിയിലൊക്കെ പറഞ്ഞിരുന്നു ഒരിക്കലും കുത്തനെ ഒഴിക്കരുത്, കൈവച്ചിട്ട് തെളിച്ചൊഴിക്കണം. അതുപോലെ തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത് ഉണ്ടല്ലോ. ഇതുപോലെ നമ്മൾ തൈകളൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന് ചുറ്റും ധാരാളം തൈകളൊക്കെ പൊട്ടി പെട്ടെന്ന് വളരാനായിട്ട് സാധിക്കും. ഇനി ഇത് എങ്ങനെ പെട്ടെന്ന് വളരാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ അത് കണ്ട് ദയവായി അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ മുട്ടത്തൊണ്ട് ഇതിന് മാത്രമല്ല കേട്ടോ, ഒത്തിരി എല്ലാ ചെടികൾക്കും നല്ലതാണ്. മണി പ്ലാന്റൊക്കെ വീട്ടിൽ വളർത്തുന്ന സമയത്ത് അത് നന്നായിട്ട് തഴച്ച് വളരാൻ ഈ മുട്ടത്തൊണ്ട് ഒത്തിരി സഹായമാണ്. ഇനി നമുക്ക് ചട്ടിയിൽ അതുപോലെ കവറിലൊക്കെ വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് കറ്റാർ വാഴ നടണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നല്ല വേരുള്ളത് വേണം നമ്മൾ നോക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു കവറിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ കവറിലായാലും ചട്ടിയിലായാലും കുഴപ്പമില്ല, അതിൽ മണ്ണിടുക. അതായത് അത് അത്രയും നിറയെ മണ്ണെടുക്കണം. മറ്റുള്ള ചെടികൾ നമ്മൾ നടുമ്പോൾ പകുതി മണ്ണ് അല്ലെങ്കിൽ 3/4 ഭാഗം മണ്ണെടുക്കാനേ പാടുള്ളൂ. പക്ഷേ നമ്മൾ കറ്റാർ വാഴ നടുമ്പോൾ ഉണ്ടല്ലോ നിറച്ച് മണ്ണായിട്ട് ഇടണം. അതായത് ചട്ടിയിൽ നിറയെ മണ്ണ് അല്ലെങ്കിൽ കവറിൽ നിറയെ മണ്ണായിട്ട് എടുക്കണം. അതിനുശേഷം അതിൽ ചെറിയൊരു കുഴി കഴിക്കണം. എന്നിട്ട് ഈ കറ്റാർ വാഴ അതിൻ്റെ മേലായിട്ട് വെക്കണം. ഒരിക്കലും നന്നായിട്ട് ഉള്ളിലാക്കിയിട്ട് വെക്കരുത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അതായത് നമ്മൾ നിറയെ മണ്ണെടുത്തിട്ടുണ്ട്, അതിൽ ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങളൊക്കെ പുറത്താണ്. ഒരിക്കലും എല്ലാം മണ്ണിൽ മൂടാനായിട്ട് അനുവദിക്കരുത്. അതിന് 2 കാരണം. ഒന്നാമത് അത് ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്.
രണ്ടാമതായിട്ട് അതിൻ്റെ തൈകളൊക്കെ പൊട്ടി മുളയ്ക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കറ്റാർവാഴ പെട്ടെന്ന് പിടിച്ചു കിട്ടാനും അതുപോലെ തന്നെ ഒത്തിരി തൈകൾ ഉണ്ടാക്കാനും സഹായിക്കും. ഇനി നമ്മൾ ഇതിൽ എന്തെല്ലാം വളങ്ങൾ ചേർക്കണം, ഇത് പെട്ടെന്ന് തഴച്ച് വളരാം എന്നുള്ള വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ട് അതൊന്ന് ട്രൈ ചെയ്യണം. മാത്രമല്ല നമ്മൾ വേരില്ലാത്ത കറ്റാർവാഴ നടാൻ പറ്റുമോ, അതൊന്നും ഉണ്ടാവും എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിന് പ്രകാരം ഈ ഒരു കറ്റാർവാഴയുടെ തണ്ട് കട്ട് ചെയ്തിട്ട് നട്ട് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് അത് ഉണ്ടായില്ല കേട്ടോ. നിങ്ങൾക്കിതിൽ കണ്ടാൽ മനസ്സിലാവും, അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞു പോയി. അപ്പോൾ എനിക്ക് വേരുള്ള കറ്റാർവാഴ നട്ടിട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്, വേരില്ലാത്ത ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വേരുള്ള കറ്റാർവാഴ നട്ട് ഒത്തിരി തൈകളും അതുപോലെ തന്നെ ഇതിൻ്റെ വളമൊക്കെ ചേർത്തിട്ട് അടിപൊളി കറ്റാർവാഴ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് മീഷോ ആപ്പ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഇത് തികച്ചും സൗജന്യമാണ്. വേഗമാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.